നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ വീണ്ടും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കളിയിൽ സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സഞ്ജു വലിയ കഠിനാധ്വാനം തന്നെ നടത്തിയെങ്കിലും ടീം മാനേജ്മെന്റ് അത് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. എന്താണ് സംഭവമെന്നറിയാം. ഗോൾഡ് കോസ്റ്റിലെ കറാറ ഓവലിൽ നടന്ന മത്സരത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നതിനായി വളരെ നേരത്തെ തന്നെ സഞ്ജു സാംസൺ ഗ്രൗണ്ടിലെത്തുകയായിരുന്നു. ഇന്ത്യൻ ടീമിലെ മറ്റ് കളിക്കാരും കോച്ചിംഗ് സംഘവുമെല്ലാം എത്തുന്നതിനും 2 മണിക്കൂറോളം മുമ്പാണ് അദ്ദേഹം തനിച്ച് ഗ്രൗണ്ടിലെത്തി ബാറ്റിംഗ് പരിശീലനം നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ കളിക്ക് മുമ്പ് ബ്രോഡ്കാസ്റ്റർമാർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ മത്സരത്തിൽ തനിക്ക് ഇടം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാവാം സഞ്ജു ഇങ്ങനെയൊരു നീക്കം നടത്തിയതെന്ന് സംശയിക്കേണ്ടിവരും. കാരണം കളിപ്പിക്കില്ലെന്നുറപ്പായിരുന്നെങ്കിൽ കളിക്ക് മണിക്കൂറുകൾ മുമ്പ് ഗ്രൗണ്ടുമായും പിച്ചുമായുമെല്ലാം പൊരുത്തപ്പെടാൻ പരിശീലനം നടത്തേണ്ട ആവശ്യവുമില്ല. മത്സരത്തിന് മുമ്പ് വരെ ഇത്രയും കഠിനാധ്വാനം നടത്തിയിട്ടും അതൊന്നും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ മുഖവിലക്കെടുത്തില്ല. മലയാളി താരത്തോട് വീണ്ടും പുറത്തിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. ഇനി ശനിയാഴ്ചത്തെ 5ാമത്തെയും അവസാനത്തെയും T20യിലും സഞ്ജുവിനെ കളിപ്പിക്കുമോയെന്നത് സംശയമാണ്. ഇന്ത്യൻ ടീമിനോടൊപ്പം സഞ്ജു സാംസൺ മറക്കാനാഗ്രഹിക്കുന്ന പരമ്പര തന്നെയാവും ഈ ഓസ്ട്രേലിയൻ പര്യടനം. കാരണം യാതൊരു ഇമ്പാക്റ്റും അദ്ദേഹത്തിന് സൃഷ്ടിക്കാനായിട്ടില്ല. ആദ്യ കളിയിൽ സഞ്ജു പ്ലേയിങ് 11ന്റെ ഭാഗമായിരുന്നെങ്കിലും മഴ കാരണം കളി ഉപേക്ഷിക്കപ്പെട്ടതിനാൽ ബാറ്റിംഗിന് അവസരം ലഭിച്ചില്ല. രണ്ടാമത്തെ കളിയിൽ ബാറ്റിംഗ് ഏറെ ദുഷ്കരമായ പിച്ചിൽ അദ്ദേഹത്തിന് 3ാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിക്കുകയായിരുന്നു. പക്ഷേ മധ്യനിരയിൽ നിന്നും പൊടുന്നനെയുള്ള ഈ സ്ഥാനക്കയറ്റം സഞ്ജുവിന്റെ താളം നഷ്ടപ്പെടുത്തി. 4 ബോളിൽ വെറും 2 റൺസ് മാത്രമെടുത്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു. തൊട്ടടുത്ത കളിയിൽ സഞ്ജുവിനെ ഒഴിവാക്കിയ കോച്ച് ഗൗതം ഗംഭീർ പകരം ജിതേഷ് ശർമ്മയെ ടീമിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. ഇപ്പോഴിതാ 4ാം അംഗത്തിലും സഞ്ജു ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ്. ഒരു സംശയവുമില്ലാതെ തന്നെ നമുക്ക് പറയാം, 2025ലെ ചാമ്പ്യൻസ് ട്രോഫി വിജയവും പിന്നെ അടുത്തിടെ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര സമനിലയിലാക്കിയതും ഏഷ്യാകപ്പ് കിരീട വിജയവും, ഇത് മൂന്നും മാറ്റി നിർത്തിയാൽ ഓർക്കാൻ തക്ക കാര്യങ്ങളൊന്നും ഗംഭീറിന്റെ കാലയളവിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗംഭീറിന്റെ കോച്ചിംഗ് കരിയറിൽ വൈറ്റ് ബോൾ ഫോർമാറ്റിലാണ് വിജയങ്ങൾ കൂടുതൽ വന്നത്. അതിൽ തന്നെ T20 ഫോർമാറ്റിൽ 22 T20 മത്സരങ്ങളാണ് ഇന്ത്യ ഗംഭീറിന് കീഴിൽ കളിച്ചിട്ടുള്ളത്. ഇതിൽ 19 മത്സരങ്ങൾ ടീം ജയിച്ചപ്പോൾ 2 മത്സരത്തിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ഒരു മത്സരത്തിൽ ഫലമില്ലാതെയായി. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യ കളിച്ച T20 പരമ്പരകളിലെല്ലാം ടീം ജയിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വലിയ പ്രശ്നങ്ങളാണ് ലോകകപ്പിന് കുറച്ചു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ അലട്ടുന്നത്. വന്ന പ്രശ്നങ്ങൾ എന്നതിനേക്കാൾ വരുത്തിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. നല്ല ഓപ്പണിംഗ് കൂട്ടുകെട്ടായി മുന്നേറുന്നതിനിടെ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് പൊളിച്ചുകൊണ്ട് ഉപനായകൻ ഗില്ലിനെ സഞ്ജുവിന് പകരം ഓപ്പണിംഗിൽ കൊണ്ടുവരുന്നു. 5ാം നമ്പറിലൊക്കെ മോശം റെക്കോർഡുള്ള സഞ്ജുവിനെ ആ സ്ഥാനത്തേക്ക് മാറ്റുന്നു. ആ സ്ഥാനത്തെന്നല്ല എവിടെയാണെങ്കിലും താൻ കളിക്കാൻ പറ്റുമെന്ന് സഞ്ജു പറയുമെങ്കിൽ പോലും ഏഷ്യാകപ്പിലടക്കം സഞ്ജുവിനെ പല സ്ഥാനങ്ങളിൽ മാറ്റിമാറിയുള്ള പരീക്ഷണം നമ്മൾ കണ്ടു. ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഏറ്റവും മികച്ച T20 ബോളർമാരിൽ ഒരാളായ അർഷ്ദീപ് സിംഗ് പല മത്സരങ്ങളിലും പുറത്തിരിക്കുന്നതും പകരം ആവറേജ് ബോളർ മാത്രമായ ഹർഷിത് പകരം കളിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിലേക്ക് വന്നാൽ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിക്കുമ്പോൾ അന്ന് 3ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ വന്നത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം അന്ന് പേസ് അറ്റാക്കായി വന്നത് ഹർഷിത് റാണ. 2ാം മത്സരത്തിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് വെറും 125 റൺസിൽ പുറത്തായപ്പോൾ 3ാം നമ്പറിൽ ബാറ്റ് ചെയ്തത് സഞ്ജു സാംസൺ ആയിരുന്നു. ആ മത്സരത്തിൽ അഭിഷേക് ശർമ്മക്കൊപ്പം മികച്ച കൂട്ടുകെട്ട് ചേർത്ത ഹർഷിത് റാണ 7ാം നമ്പറിൽ ഇറങ്ങിത്തിളങ്ങിയെങ്കിലും അദ്ദേഹത്തിന് ശേഷമാണ് 8ാം നമ്പറിൽ ശിവം ദുബൈ പോലെ ഒരു ഹാർഡ് ഹിറ്റിംഗ് താരത്തെ മാനേജ്മെന്റ് ഉദ്ദേശിച്ചത്. ഇനി 3ാം മത്സരത്തിലേക്ക് വന്നാൽ സഞ്ജുവിനെയും ഹർഷിതിനെയും ഒക്കെ ഒഴിവാക്കി ഇന്ത്യ ജിതേഷ് ശർമ്മയെയും ഹർഷിത് സിംഗിനെയും തിരികെ വിളിച്ചു. ആ മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ 187 റൺ ലക്ഷ്യം പിന്തുടർന്നപ്പോൾ ഇന്ത്യയ്ക്കായി മത്സരത്തിൽ 3ാം നമ്പറിൽ സൂര്യകുമാർ തന്നെ എത്തുന്നു. മത്സരത്തിൽ ഇന്ത്യൻ വിജയത്തിന് പിന്നാലെ ടീം മികച്ച 11 കണ്ടുപിടിച്ചുവെന്ന് തോന്നിച്ചപ്പോൾ ഇനിതാ 4ാം മത്സരത്തിൽ 3ാം നമ്പറിൽ ഇന്ത്യ ബാറ്റിംഗിന് വിട്ടത് ശിവം ദുബൈയെ. എന്താണ് ഇതിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യമാണ് ആരാധകർ ലോകകപ്പ് വരാനിരിക്കെ ഈ കസേരകളി തുടർന്നാൽ ഇന്ത്യ മിക്കവാറും ആ കപ്പ് മറക്കുന്നതാകും നല്ലതെന്നും ഗംഭീർ വിരമിക്കൽ മാറ്റി ഇനി ഇന്ത്യൻ ജേഴ്സിയിൽ തിരിച്ചെത്തി ബാറ്റിംഗ് നടത്തുമോ എന്നുമാണ് ആരാധകർ പറയുന്നത്.